കോഴിക്കോട്ടെ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിനിരയായി സ്ഥാപനത്തിലെ മുൻ മാനേജറും ₹1 കോടിയിലധികം രൂപയാണ് കോഴിക്കോട് ശാഖയിലെ മാനേജർ മധുസൂദനും കുടുംബവും സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥാപനത്തിൽ ജീവനക്കാരെ നിയമിച്ച് കോടികളുടെ നിക്ഷേപമാണ് കമ്പനി സ്വീകരിച്ചതെന്നും മധുസൂദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് മാനേജിംഗ് ഡയറക്ടർ ശക്തി പ്രകാശ്, ചെയർമാൻ സജീഷ് മഞ്ചേരി, വൈസ് ചെയർമാൻ രജീഷ് കെ എന്നിവർ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. കൃത്യമായ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സ്ഥാപനത്തിൽ നിരവധി ജീവനക്കാരെ നിയമിച്ചു. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ സമീപിച്ചു. ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഫാമുകൾ ലീസിനെടുത്ത് കൃഷി ചെയ്ത് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുമെന്ന് വിശ്വസിപ്പിച്ചു. നിക്ഷേപ തുക പിൻവലിക്കാൻ ആളുകൾ എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് കോഴിക്കോട് ബ്രാഞ്ച് മാനേജർ മധുസൂദനൻ പറയുന്നു. ₹1 കോടിയിലധികം രൂപയാണ് മധുസൂദനനും ബന്ധുക്കളും സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത്. സാലറി ഇപ്പോൾ ജനുവരി മുതൽ തീരെ സാലറി ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു നിന്നത് കസ്റ്റമേഴ്സിന് പൈസ വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യാശ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രത്യാശ പോയി. കസ്റ്റമറെ ഒരുപാട് ആൾക്കാർ ഞാനൊരു വ്യക്തിമാണ് കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ളതും എൻ്റെ വൈഫിൻ്റെത്, എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററത്, കോബ്രദറത്, ഒരുപാട് റിലേറ്റീവ്സ്, ഒരുപാട് ആൾക്കാരത് പൈസ ഇതിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ₹1 കോടിയിൽ മേലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് കിട്ടുന്നൊരു പ്രതീക്ഷ ഇത്രയും കാലം പിടിച്ചത്. പക്ഷേ ഇനി ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നി അത് തിരിച്ചു കിട്ടും. അപ്പോൾ അത് പ്രകാരമാണ് കുറേ ആൾക്കാർ FIR ഇട്ടത്. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. വധഭീഷണി ഉൾപ്പെടെ നേരിടുന്നുവെന്നും മധുസൂദനൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലോഷറിന് കൊടുത്തിട്ട് എനിക്കൊരു പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ഏടെ വണ്ടിക്ക് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ₹1 എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഏടെ വണ്ടിക്ക് അത് പ്രൂവ് ചെയ്യാം. ഞാൻ എൻ്റെ അത്രയും അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ്. എൻ്റെ മകളെ കല്യാണത്തിന് വെച്ച പൈസയുണ്ട്. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് 460 കോടി രൂപയുടെ നിക്ഷേപം സ്ഥാപനം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 2016 കേന്ദ്രമന്ത്രി അമിത് ഷായുടെ ഫോട്ടോ ഉപയോഗിച്ച് പരസ്യം ചെയ്ത് സ്ഥാപനം ആരംഭിക്കുന്നത്. കോടികളാണ് ഡെപ്പോസിറ്റ് തുകയായി സ്വീകരിച്ചിരുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം വൈകിപ്പിക്കുന്നതായും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. തട്ടിപ്പ് സംഘത്തെ ബഡ്സ് ആക്ടിൽ ഉൾപ്പെടുത്തി പണം നഷ്ടമായവർക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.